എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ തെറാപ്പി മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതും എന്നാൽ പലർക്കും അത്ര ഐഡിയ ഇല്ലാത്തതുമായ ഒരു തെറാപ്പിയാണ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. ഇത് അടുത്ത കാലത്ത് വന്നിട്ടുള്ളൊരു തെറാപ്പിയാണ്. തേർഡ് ജനറേഷൻ തെറാപ്പി എന്നാണ് ഇതിനെ പറയുക. CBTയിൽ നിന്നും ഒരല്പം കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു തെറാപ്പിയാണ്. അതിൽ നിന്നും വകഭേദമുള്ള ഒരു തെറാപ്പിയാണ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. അതെന്താണ് എന്ന് നോക്കാം. ഇതിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൈക്കോതെറാപ്പി. സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കോ മനസ്സിനെക്കുറിച്ച്, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന, മനസ്സിലെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന, ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു തെറാപ്പി. തെറാപ്പി എന്ന് പറയുമ്പോൾ മരുന്നൊന്നും ഇല്ലാതെ ചെയ്യുന്ന, നിങ്ങളെ സംസാരിച്ച് നിങ്ങൾക്ക് ചില എക്സസൈസും അതേപോലെ ചില നിർദ്ദേശങ്ങളും തന്ന് നിങ്ങളെ കൊണ്ടത് പാലിപ്പിച്ച് ചെയ്യിക്കുന്ന ഒരു തെറാപ്പിയാണ് ഈ പറയുന്ന സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ പൊതുവെ മരുന്ന് ഉപയോഗിക്കാറില്ല. പല സാഹചര്യങ്ങളിലും നമ്മൾ ഹിപ്നോതെറാപ്പി ഉപയോഗിക്കാറുണ്ടെങ്കിലും ഹിപ്നോട്ടിസം ഇതിൽ വരുന്നതല്ല. അങ്ങനെയുള്ളൊരു തെറാപ്പിയാണ് ഈ സൈക്കോതെറാപ്പികൾ. സൈക്കോതെറാപ്പികൾ പല തരത്തിലുണ്ട്. അതിൽ വരുന്ന ഒരു സൈക്കോതെറാപ്പിയാണ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് തോട്ട്സിനെ ഡീൽ ചെയ്യാനും ഫീലിങ്സിനെ ഡീൽ ചെയ്യാനും, നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെയും ഫീലിങ്സിനെയും നെഗറ്റീവ് സിംറ്റംസിനെയും നെഗറ്റീവ് സാഹചര്യങ്ങളെയും ഒക്കെ മാനസികമായി പക്വതയോടുകൂടി നേരിടുവാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങളെ സജ്ജരാക്കുന്ന ഒരു തെറാപ്പിയാണ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് തെറാപ്പിയും നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ജീവിതത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു തെറാപ്പി മെത്തേഡ് ഈ തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേപോലെയുള്ള തെറാപ്പി അവൈലബിൾ അല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള തെറാപ്പി ആയിരിക്കും, ഓരോ തരത്തിലുള്ള തെറാപ്പി ആയിരിക്കും. അതുകൊണ്ട് വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഒരാളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തോട് ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, നിശ്ചയദാർഢ്യം വേണം, ഓരോ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, അദമ്യമായ ആഗ്രഹം വേണം. അങ്ങനെയുള്ള ആഗ്രഹത്തിൻ്റെ പിൻബലത്തിൽ അതുമായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ആ പറഞ്ഞു തരുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് വാല്യൂസും ഗോളും, നിങ്ങളുടെ വാല്യൂസ് അതും ഗോൾസും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഹെൽത്തി ആക്കുവാനും മാനസികാരോഗ്യം ഹെൽത്തി ആക്കുവാനും നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഈ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. സാധാരണഗതിയിൽ ഞങ്ങൾ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി ഒരു തിയറി പറയുന്നുണ്ട്. എന്താണ്? ഇൻക്രീസിങ് അക്സെപ്റ്റൻസ്. നിങ്ങൾ ജീവിതം അതേ രീതിയിൽ, സിംറ്റംസിനെ അതേ രീതിയിൽ, പ്രശ്നങ്ങളെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്താൽ, സ്വാംശീകരിച്ചാൽ, സ്വായത്തമാക്കിയാൽ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും എന്നാണ്. മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും എന്നാണ് ഈ തിയറി പറയുന്നത്. ഇത് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. സാധാരണ ഹാബിച്വൽ അവോയ്ഡിങ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കാറുണ്ട്. ചില എമോഷണൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇതിന് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നീക്സ് എന്തൊക്കെയാണ്? അക്സെപ്റ്റൻസ്, നമ്മൾ കാര്യങ്ങളെ സ്വാംശീകരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ തോട്ട്സിനെയും ഫീലിങ്സിനെയും ഇഗ്നോർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു പരിധിവരെ ചേഞ്ച് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ACTയിൽ അവയെ ചേഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്യുകയല്ല ചെയ്യുന്നത്, അവയുമായി ജീവിക്കാൻ പഠിക്കുകയാണ് ഈ ACT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവയെ വച്ചുകൊണ്ട് അവയുമായി സഹകരിച്ച് ജീവിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ACT. ഈ പഠിപ്പിക്കുക എന്നുള്ളത് ആക്ച്വലി ഒരു ശിക്ഷണ രീതിയല്ല. നിങ്ങളുടെ മനസ്സിൽ ആൾറെഡി ഉള്ള ഒരു ക്വാളിറ്റിയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുക എന്നുള്ളത്. എല്ലാ മനുഷ്യരുടെ മനസ്സിലും അവർക്കൊരു ക്വാളിറ്റി ഉണ്ട്, ഇൻബോൺ കപ്പാസിറ്റി ഉണ്ട്. അവർ ജനിക്കുമ്പോൾ തന്നെയുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, സാഹചര്യവുമായി ബന്ധപ്പെട്ട് സ്വയം മാറുക. അങ്ങനെയുള്ള കപ്പാസിറ്റിയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന, നിങ്ങളുടെ ഉള്ളിലെ ഈ കപ്പാസിറ്റിയെ വളരെ ഭംഗിയായി പുറത്തോട്ട് കൊണ്ടുവരുന്ന, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചിന്തകളിൽ സ്വാഭാവികമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഏത് തെറാപ്പിയും ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ ACTയും ചെയ്യുന്നത്. രണ്ടാമത്തേത് കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ. ഇവിടെ നിങ്ങളെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും മാറ്റി നിർത്തി ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. സെപ്പറേറ്റിംഗ് യുവർ സെൽഫ്.
ഇത് സാധാരണഗതിയിൽ യോഗ മെത്തഡോളജിയിൽ ഉപയോഗിക്കാറുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ പുറമേ നിന്നും നോക്കി കാണുക, നമ്മുടേതായി ഒരു കാരണവശാലും കാണരുത്. നമ്മളുടെ എമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ അല്ല, സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമോഷൻസ് ആണ്. അങ്ങനെ കാണാൻ നമ്മൾ പഠിച്ചാൽ ഈ എമോഷൻസും ഈ പ്രശ്നങ്ങളും നമ്മളുടെ അല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്കത് ഡീൽ ചെയ്യാൻ വളരെ എളുപ്പമായി മാറുകയും ചെയ്യും. മൂന്നാമത്, സെൽഫ് ആസ് എ കണ്ടെക്സ്റ്റ്. ഞാൻ, എൻ്റെ ചിന്തകൾ, ഇവയെ ആക്ഷൻസിൽ നിന്നും മാറ്റി നിർത്തുക. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വേറെ, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വേറെ. രണ്ടും രണ്ടായി കാണുന്നൊരു പ്രക്രിയയാണ് സെൽഫ് ആസ് എ കണ്ടെക്സ്റ്റ്. മൂന്നാമത്, ബീയിങ് പ്രസൻറ്റ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മൈൻഡ്ഫുള്ളായി അവിടെ തന്നെ ഇരുന്ന് മനസ്സിനെ പൂർണ്ണമായും റെഡിയാക്കി മൈൻഡ്ഫുള്ളായി ചെയ്യുന്നൊരു പ്രക്രിയയാണ് ബീയിങ് പ്രസൻറ്റ്. അതായത് മനസ്സ് ഡിസ്ട്രാക്റ്റായി പോകുവാതിരിക്കുവാൻ ഈ ബീയിങ് പ്രസൻറ്റ്, മൈൻഡ്ഫുൾനെസ് എന്നുള്ള പ്രക്രിയ ACT മെത്തേഡിലൂടെ നിങ്ങളെ സഹായിക്കുന്നു. അടുത്തതായി വാല്യൂസ്. നമ്മളെല്ലാവർക്കും നമ്മുടേതായ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിനെ ഉപയോഗിച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ. പിന്നെയുള്ളത് കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഭംഗിയായി ചെയ്യും എന്നുള്ള കമ്മിറ്റ്മെൻറ്റ്, ഞാനത് ചെയ്തിരിക്കും എന്നുള്ള കമ്മിറ്റ്മെൻറ്റ്. ആ ചെയ്തിരിക്കും എന്ന കമ്മിറ്റ്മെൻറ്റിന് നിങ്ങൾക്ക് ആവശ്യമായ മോട്ടിവേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം ഞങ്ങൾ തരും. അതിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞുതരും. അതാണ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി. ഈ ACT ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ കൺസെപ്റ്റ്, ലൈഫിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിലും ബെറ്ററായി ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ടെക്നീക്സ് ഉപയോഗിക്കുന്നു. ടീച്ചിങ് അല്ല ചെയ്യുന്നത്, നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുകയാണ്. കൊഗ്നിറ്റീവ് ഡിഫ്യൂഷൻ എന്താണ്, അതെങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ, നിങ്ങളായി എങ്ങനെ മാറാം, നിങ്ങളുടെ തോട്ട്സിനെയും ഫീലിങ്സിനെയും നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ഉണ്ടാവാം. നിങ്ങളുടെ തോട്ട്സിനെയും ഫീലിങ്സിനെയും സെൻസേഷനെയും മെമ്മറീസിനെയും എല്ലാം നിങ്ങൾ ഭംഗിയായി കാണുവാനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നിങ്ങളെ സഹായിക്കുന്നു. ഈ തെറാപ്പിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വാല്യൂസിനെ കുറിച്ചും ആക്ഷൻസിനെ കുറിച്ചും ചിന്തകളെക്കുറിച്ചും ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നു. ഇനി അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി നിങ്ങളെ ഏതൊക്കെ മാനസിക സാഹചര്യങ്ങളിൽ സഹായിക്കുന്നു എന്ന് നോക്കാം. ആങ്സൈറ്റി ട്രീറ്റ്മെൻറ്റിന് അത് സഹായിക്കുന്നുണ്ട് തീർച്ചയായും. ഡിപ്രഷനിൽ സഹായിക്കുന്നു, ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ സഹായിക്കുന്നു, ഒബ്സസീവ് ആൻഡ് കമ്പൽസീവ് ഡിസോർഡറിൽ സഹായിക്കുന്നു, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ക്യൂർ ചെയ്യാൻ സഹായിക്കുന്നു, സബ്സ്റ്റൻസ് യൂസ് അതായത് മയക്കുമരുന്ന് ഉപയോഗം, മദ്യപാനം ഇവയിൽ സഹായിക്കുന്നു, സൈക്കോസിസിൽ സഹായിക്കുന്നു. അത് മാത്രമല്ല ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് ആ പ്രശ്നത്തെ പരമാവധി ചെറുക്കുവാനും പരമാവധി ഗുണകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനും ഇത് വളരെയധികം ഉപയുക്തമാണ് എന്ന് ഒരുപാട് റിസർച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ട്രീറ്റ്മെൻറ്റ് തെറാപ്പിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മൾ പലപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നു, കണ്ടിന്യൂസ് ആയി നെഗറ്റീവായി ചിന്തിക്കുന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കും, ഈ ACTയിലൂടെ നിങ്ങൾ തീരുമാനിക്കും എങ്ങനെ ഞാൻ നെഗറ്റീവായി ചിന്തിക്കില്ല, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ നിങ്ങൾ പ്രേരിതരാകുന്നു, പ്രാപ്തരാകുന്നു. അതുമാത്രമല്ല നിങ്ങളുടെ ഇന്നർ എക്സ്പീരിയൻസിന്, ഉള്ളിലുള്ള എക്സ്പീരിയൻസിനനുസരിച്ച് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും എങ്ങനെ ഭംഗിയായി റെസ്പോണ്ട് ചെയ്യണം എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു എബിലിറ്റി ടു അക്സെപ്റ്റ് ആൻഡ് ഫങ്ഷൻ വിത്ത് ദ സിംറ്റംസ് ഓഫ് കണ്ടീഷൻസ് ലൈക്ക് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. നിങ്ങൾക്ക് എന്ത് മാനസിക പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ സിംറ്റംസുമായും അതിൻ്റെ ലക്ഷണങ്ങളുമായും ഇമോഷൻസുമായും അതിൻ്റെ പെരുമാറ്റ രീതികളുമായും നിങ്ങളുടെ പെരുമാറ്റ രീതികളുമായും ഭംഗിയായി പൊരുത്തപ്പെട്ട് താതാത്മ്യം പ്രാപിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ACT ചെയ്യുന്ന തെറാപ്പിസ്റ്റ് നിങ്ങളെ വളരെ ഭംഗിയായി കേൾക്കുന്നു, വളരെ ഭംഗിയായി നിങ്ങളെ മനസ്സിലാക്കുന്നു, നല്ല രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു, നല്ല അകത്തേക്ക് ചെന്ന മനസ്സിനകത്തേക്ക് ചെന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, നിങ്ങളുമായി നല്ല രീതിയിൽ സംവദിക്കുന്നു. അതിന് പുറമെ ഈ സെഷൻസ്, ഓരോ സെഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുമായി സംസാരിച്ച് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ ചിന്തകളെ മനസ്സിലാക്കി, നിങ്ങളുടെ പെരുമാറ്റങ്ങളെ മനസ്സിലാക്കി, എമോഷൻസിനെ മനസ്സിലാക്കി, അതുമായി ബന്ധപ്പെട്ട് ഇവയെ ഓരോന്നിനെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് കറക്റ്റ് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെത്തഡോളജിയായി മാറ്റി
ഓരോ സെഷനെയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഓരോ തെറാപ്പിസ്റ്റും ചെയ്യാറ്. അതിന് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ആവശ്യമാണ്. നിങ്ങളുടെ തെറാപ്പിസ്റ്റ് നിങ്ങളുടെ എല്ലാ വാല്യൂസിനെ കുറിച്ചും ഗോൾസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യും. ഒരു വാല്യൂ ഗോൾ ഉണ്ടാക്കുന്നു, ഒരു ഗോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാക്കുന്നു, ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം ഗോൾസ്, മീഡിയം ടേം ഗോൾസ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റി നിങ്ങളെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നു. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, തെറാപ്പി ഒരു കാരണവശാലും നിങ്ങളിലില്ലാത്തൊരു കാര്യത്തെ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയല്ല. നിങ്ങളിലുള്ള കാര്യങ്ങളെ, നിങ്ങളിലുള്ള കഴിവുകളെ, ആ കഴിവുകളെ പരിപോഷിപ്പിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തുക എന്നുള്ളതാണ്. ആക്സെപ്റ്റ്, സ്വായത്തമാകൂ, സ്വാംശീകരിക്കൂ, നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ജീവിക്കാൻ ശീലിക്കൂ. ആ പ്രശ്നങ്ങൾ പതിയെ പതിയെ ഇല്ലാതാവുന്നത് കാണും. അതാണ് ACTയുടെ പ്രധാനപ്പെട്ട തിയറി.